പുതിയ വീട് വെക്കുന്നവർക്കുള്ള വലിയ സംശയമാണ് ഫാനുകൾ വാങ്ങുമ്പോൾ സാധാരണ ഫാൻ വേണോ അതോ വൈദ്യുതി ബിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന BLDC ഫാനുകൾ വേണോ എന്നത്. ഈ സംശയം ചോദിക്കുന്നവരോടെല്ലാം BLDC ഫാനുകൾ വാങ്ങാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറ്. BLDC ഫാനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇച്ചിരി സ്പെഷ്യലാണ്. കാരണം BLDC ഫാനുകൾ ഇന്ത്യയിൽ ജനപ്രിയമാകുന്നതിൽ സ്വാധീനം ചെലുത്തിയ ഒരു ബ്രാൻഡുണ്ട്, സൂപ്പർ ഫാൻ. ഇന്ത്യയുടെ ആദ്യത്തെ BLDC ഫാൻ 2012 ഇന്ത്യയിൽ ഇവർ സെയിൽ ആരംഭിച്ചത്. കേരളത്തിൽ ഇവർ വർഷങ്ങളായി ആയിരക്കണക്കിന് ഫാൻ വിറ്റഴിച്ചിട്ടുണ്ട്. എന്നാൽ റീറ്റെയിൽ വിപണിയിൽ കാര്യമായ സാന്നിധ്യമില്ലായിരുന്നു. ഇപ്പോൾ അവർ വലിയ പദ്ധതികളുമായി കേരളത്തിലേക്ക് വരികയാണ്. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് സൂപ്പർ ഫാൻ എന്ന ബ്രാൻഡിൻ്റെ 3 വ്യത്യസ്ത BLDC ഫാനുകളാണ്. സൂപ്പർ X1 ഹൈ സ്പീഡ് ഫാൻ, സൂപ്പർ Q 48 ഇഞ്ച് ഹൈ ഫ്ലോ ഫാൻ, സൂപ്പർ Q ഡുവോ കൂൾ IoT ഫാൻ എന്നിങ്ങനെ 3 മോഡലാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഹൈ ഫ്ലോ ഫാനും ഹൈ സ്പീഡ് ഫാനും തമ്മിലുള്ള വ്യത്യാസം എന്നല്ലേ. ഹൈ സ്പീഡ് BLDC ഫാൻ എന്നാൽ ചെറിയ അളവിലുള്ള വായുവിനെ ഉയർന്ന വേഗതയിൽ നീക്കി കംഫർട്ട് നൽകുന്ന രീതിയാണ്. ഇതാണ് പൊതുവായി ഫാനുകളിൽ കണ്ടുവരുന്നത്. ലിവിംഗ് റൂം, ഡൈനിങ് റൂം, കിച്ചൺ, വെയിറ്റിംഗ് ഏരിയ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനാണ് ഹൈ സ്പീഡ് ഫാൻ ഏറ്റവും ഉചിതം. എന്നാൽ ചില ആളുകൾക്ക് ശക്തമായി പ്രഷറിൽ കാറ്റ് മുഖത്തേക്ക് അടിക്കുന്നൊന്നും ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഹൈ സ്പീഡ് ഫാൻ ഉപയോഗിച്ച് കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മൂക്കിനുള്ള ഡ്രൈനസ്, ചുമയും തുമ്മലും ഒക്കെ അനുഭവപ്പെടുന്നവരൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് ഹൈ ഫ്ലോ BLDC ഫാൻ. ഹൈ ഫ്ലോ BLDC ഫാൻ വലിയ അളവിലുള്ള വായുവിനെ ഉത്തമമായ വേഗതയിൽ നീക്കി മറ്റൊരു തരം കംഫർട്ടാണ് നൽകുന്നത്. അതായത് മറ്റേതുമായി കമ്പയർ ചെയ്യുമ്പോൾ നാച്ചുറലായി കാറ്റ് ലഭിക്കുന്ന പോലത്തെ ഒരു ഫീൽ. കുറഞ്ഞ സ്പീഡിൽ ശാന്തമായ എയർ ഫ്ലോ ലഭിക്കും. ബെഡ്റൂം, ഓഫീസ് റൂം, അതുപോലെ AC ഉപയോഗിക്കുന്ന മുറികൾക്കൊക്കെയാണ് ഹൈ ഫ്ലോ ഫാൻ ഉചിതമായിട്ടുള്ളത്. ഈ 2 ടൈപ്പിൽ ഏതാണ് ബെറ്റർ എന്ന് സംശയം തോന്നുന്നുണ്ടോ? ഒന്നിനേക്കാൾ മികച്ചത് മറ്റൊന്ന് എന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഏത് വേണമെന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി ഈ 3 ഫാനുകളുടെ അൺബോക്സിംഗ് കാണാം. ഈ ഒരു അൺബോക്സിംഗ് എക്സ്പീരിയൻസിൽ എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത് പാക്കിങ്ങിൽ ഒരൊറ്റ പ്ലാസ്റ്റിക് കവർ പോലും ഇല്ല എന്നുള്ളതാണ്. തെർമോകോളിന് പകരം കാർഡ്ബോർഡും പ്ലാസ്റ്റിക്കിന് പകരം തുണിയുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന് വലിയ ഇമ്പോർട്ടൻസ് ആണ് ഇവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ BLDC ഫാൻ നിർമ്മിച്ച് തുടങ്ങിയത്. ഇവരുടെ എല്ലാ പ്രോഡക്റ്റുകളിലും ഇവർ ആ ഒരു ലൈൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ ബോക്സിൽ തന്നെ ഒരു QR കോഡ് നൽകിയിട്ടുണ്ട് കേട്ടോ. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വർഷത്തെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അതുകൂടാതെ ഇവർക്ക് ഒരുപാട് കളറിലുള്ള മോഡൽസ് ഉണ്ട്. മെറ്റാലിക് ഫിനിഷ് ഉണ്ട്, വുഡ് ഫിനിഷ് ഉണ്ട്, പിന്നെ കസ്റ്റം ഡിസൈൻ ഉണ്ട് കേട്ടോ. അതായത് കൈകൊണ്ട് ചിത്രം വരച്ച് എടുക്കുന്ന രീതിയിലുള്ള ബ്ലേഡുകളും എല്ലാം ഇവരുടെ സവിശേഷതയാണ്. അപ്പോൾ ഇനി നമുക്ക് സൂപ്പർ X1 ഹൈ സ്പീഡ് ഫാൻ നോക്കാം. ഇത് അവരുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഹൈ സ്പീഡ് BLDC ഫാനാണ്. ഇതാണ് 2012 ഇവർ ഇറക്കിയത്. അപ്പോൾ ഇതിന് ഇന്ത്യ ഡിസൈൻ അവാർഡൊക്കെ അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഡക്റ്റ് 385 RPM-ൽ 230 ക്യൂബിക് മീറ്റർ പെർ മിനിറ്റ് ആണ് നൽകുന്നത്. അതും വെറും 35 വാട്ട്സ് കൺസംഷനിൽ. അപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള കാറ്റ് നിങ്ങൾക്ക് ഈ ഫാനിൽ നിന്ന് നേടാൻ കഴിയും. അപ്പോൾ ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കട്ടിയുള്ള, അതായത് പവർഫുൾ ആയിട്ടുള്ള കാറ്റ് മുഖത്തേക്ക് അടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് മോഡലാണ് ഇവരുടെ സൂപ്പർ Q എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്തത് സൂപ്പർ Q 48 ഇഞ്ച് ഹൈ ഫ്ലോ ഫാനാണ്. പിന്നെ അതുകൂടാതെ ഉണ്ടായിരുന്നത് സൂപ്പർ Q ഡുവോ കൂൾ എന്ന് പറയുന്ന ഒരു IoT എനേബിൾഡ് ആയിട്ടുള്ള ഫാനാണ്. ഈ സൂപ്പർ Q സീരീസ് എന്ന് പറയുന്നതാണ് കേട്ടോ സൂപ്പർ ഫാൻ ബ്രാൻഡിൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലുകൾ. ഈ സീരീസിൽ മൊത്തം 6 സൈസുകളാണ് കേട്ടോ ഉള്ളത്. 24 ഇഞ്ച് തൊട്ട് 60 ഇഞ്ച് വരെയുള്ള വെറൈറ്റികൾ ഇതിൽ വരുന്നുണ്ട്. ഒരു 5 ഫീറ്റിൻ്റെ ഫാനും ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ 60 ഇഞ്ചസ് എന്ന് പറയുന്നത്. വലിയ റൂമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഫാനാണ്. അപ്പോൾ ഇവരുടെ രീതിയിലെ 48 ഇഞ്ച് ഫാനാണ് 230 ക്യൂബിക് മീറ്റർ പെർ മിനിറ്റ് 25 വാട്ട്സിൽ നൽകുന്നത്. അതായത് 25 വാട്ട്സ് എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാൻ എന്നുള്ള അവാർഡ് ലഭിച്ച ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ ഇത്. ഇനി മറ്റ് ഫാനുകളിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ച് ഫീച്ചറുകൾ സൂപ്പർ ഫാനിലുണ്ട്. അവ ഇതിനെ മാർക്കറ്റിൽ തികച്ചും വ്യത്യസ്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഹൈ ഫ്ലോ ഫാനുകളും ഹൈ സ്പീഡ് ഫാനുകളും തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 തരത്തിലുള്ള ഫാനുകൾ ഇവരുടെ വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലേഡ് ഡിസൈൻ ഉണ്ട് കേട്ടോ. അതായത് ഇവർ പുതിയ രീതിയിലുള്ള ഒരു ബ്ലേഡ് ഡിസൈൻ ഇതിനു വേണ്ടി തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പവർ കൺസപ്ഷൻ വളരെ കുറവും, എന്നാൽ ആളുകൾക്ക് വേണ്ട റിക്വയർമെൻറ്റിൽ അതനുസരിച്ചുള്ള എയർ മൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഇവർ ഈ ബ്ലേഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്ത്യയിൽ ആദ്യമായി 5 വർഷത്തെ വാറണ്ടി ഫാനുകൾക്ക് നൽകിയ ഒരു കമ്പനി കൂടിയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ ഇത് IoT ഫാനാണെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റൂമിലുള്ള എയർ ബ്ലാസ്റ്റർ വെച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും ഈ ഫാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷനും ഉണ്ട്. 10 kW വരെ സർജ് പ്രൊട്ടക്ഷൻ ഇതിന് വരുന്നുണ്ട്. IR റിമോട്ട് കൺട്രോളാണ്. അതായത് ഈ ഫാനിൻ്റെ റിമോട്ടുകൾ നമുക്ക് ഏത് മോഡലിൽ
മക്കൾ തമ്മിലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം 10 വർഷത്തിലും മുകളിലായിട്ട് സ്റ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സൂപ്പർ ഫാൻ്റെ BLDC ഫാനുകൾ ഇപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ വലിയൊരു കാര്യം ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ഫാൻ ഉണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെഷ്യൽ ആർട്ട് പീസ് ആണ് അല്ലേ. ആർട്ടിസ്റ്റുകളെ കൊണ്ട് യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനൊക്കെ നേടി നമുക്ക് അതുപോലെ ഫാനുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈൻ റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ആർട്ടിസ്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനി എല്ലാവർക്കും ഉള്ള സംശയമാണ് കേട്ടോ, BLDC ഫാൻ ഉപയോഗിക്കുമ്പോൾ എന്തുമാത്രം വൈദ്യുതി നമുക്ക് സേവ് ചെയ്യാൻ കഴിയും എന്നുള്ളത്. പഴയ ഇൻഡക്ഷൻ ഫാൻ 13 മണിക്കൂറിൽ ഹൈ സ്പീഡിൽ കറങ്ങുമ്പോഴാണ് 1 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുക. എന്നാൽ BLDC ഫാനുകളുടെ കാര്യത്തിൽ 29 മണിക്കൂർ ഹൈ സ്പീഡിൽ കറങ്ങുമ്പോഴാണ് 1 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. സൂപ്പർ ഫാനിൻ്റെ സൂപ്പർ ക്യൂ എന്ന മോഡലാണ് ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാൻ. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് പവറിൻ്റെ അവാർഡും നേടിയെടുത്തിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. ഇത് നേടാൻ കാരണമായത് തന്നെ അവരുടെ സൂപ്പർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള BLDC മോട്ടറും ബ്ലേഡ് ഡിസൈനും കൊണ്ട് തന്നെയാണ്. ഈ ഫാനുകൾ 40 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് 1 യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ സൂപ്പർ ക്യൂ ഡുവോ കൂൾ എന്നത് അത് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വിടുന്ന ഫാനുകളാണ്. സൂപ്പർ ക്യൂ സീരീസിലെ എല്ലാ സവിശേഷതകളും ഈ സൂപ്പർ ക്യൂ ഡുവോ എന്ന് പറയുന്ന മോഡലിലും ഉണ്ട്. പക്ഷേ ഇതിന് പ്രത്യേകമായിട്ട് കുറച്ച് ഫീച്ചറുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയേണ്ടത് ഡുവോ കൂൾ ടെക്നോളജി. ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ സഹായത്തോടെ ഫാൻ AC-യുമായി സിങ്ക് ചെയ്ത് സസ്റ്റൈനബിളായി തെർമൽ കംഫർട്ട് ഉറപ്പുവരുത്തുന്നു. കൂടാതെ ഏറ്റവും മികച്ച എനർജി എഫിഷ്യൻസിയും ഇവർ ഉറപ്പുവരുത്തുന്നു. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വഴിയെ പറയാം. ഇതുകൂടാതെ ഉള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് സ്മാർട്ടിഫൈ ഹബ്, അതായത് ഇതിനെ ഒരു ഹബ്ബായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലെ IR ബ്ലാസ്റ്ററിൻ്റെ സഹായത്തോടെ ഏത് ഇൻഫ്രാറെഡ് ഓപ്പറേറ്റ് ആയിട്ടുള്ള ഡിവൈസുകളും നിഷ്പ്രയാസം കൺട്രോൾ ചെയ്യാൻ കഴിയും. അതായത് നോട്ട് സ്മാർട്ട് ഡിവൈസുകളെ IoT എനേബിൾഡ് ആക്കുന്നതിന് തുല്യം. സ്മാർട്ട് ഫീച്ചേഴ്സ് ഇല്ലാതെ AC, TV, സെറ്റ് ടോപ്പ് ബോക്സ് പോലുള്ള നിരവധി പ്രോഡക്റ്റുകൾ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ ഫാൻ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അതുകൂടാതെ സ്മാർട്ട് കൺട്രോൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് നോർമൽ സെറ്റിങ്സ് എല്ലാം കൺട്രോൾ ചെയ്യാം, ഷെഡ്യൂൾസ് സെറ്റ് ചെയ്യാം, കൂടാതെ എനർജി അനലിറ്റിക്സും നോക്കാം. അതായത് നമ്മുടെ ഫാൻ എത്ര വൈദ്യുതി ഉപയോഗിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഇവരുടെ ആപ്പ് അനലിറ്റിക്സിൽ നോക്കി അറിയാൻ സാധിക്കും. ഇതെല്ലാം വളരെ മികച്ച ഫീച്ചറുകൾ തന്നെയാണ്. പിന്നെ ഉള്ളത് വോയിസ് കമാൻഡ് വഴി നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അത് എല്ലാ സ്മാർട്ട് ഡിവൈസിലും കാണുന്ന പോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ആമസോൺ അലക്സയുടെ സഹായത്തോടെ നിഷ്പ്രയാസം വോയിസ് കമാൻഡിലൂടെ ഹാൻഡ്സ് ഫ്രീ ആയി നമുക്ക് ഈ ഫാൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് ഷെഡ്യൂളിംഗ് ആൻഡ് ഓട്ടോമേഷൻ ആണ്. ഫാനും മറ്റ് IR ഡിവൈസുകളും ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് ഷെഡ്യൂൾ സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഫാനിൽ നോർമലി ടൈമർ ഇടുന്നോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഓണാണ് ഇന്ന സമയത്ത് ഓഫ് ആണെന്ന് സെറ്റ് ചെയ്തിടുന്ന പോലെയല്ല, നമ്മുടെ മുറിയിലുള്ള ബാക്കി ഡിവൈസുകളും ഇതുപയോഗിച്ച് ഷെഡ്യൂൾ സെറ്റ് ചെയ്തിടാൻ പറ്റും. അതായത് രാവിലെ 7 മണിയാകുമ്പം ഫാനും AC-യും ഒന്നിച്ച് ഓഫാക്കാം. ഇപ്പം നമ്മൾ പുതച്ച് മൂടി കിടക്കുമ്പോൾ എഴുന്നേക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ കാണും അല്ലേ. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഒഴിവാക്കാം. രാവിലെ ആകുമ്പോൾ തന്നെ AC-യും ഫാനും നിന്നോളും. പിന്നെ പറയാനുള്ളത് സീൻ സെറ്റിങ്സ് ആണ്. NFC ടാഗുകളൊക്കെ ഉപയോഗിച്ച് സീൻ ക്രിയേറ്റ് ചെയ്തിടാം. അതായത് വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ബാക്കിൽ ഒരു NFC ടാഗ് ഒട്ടിച്ച് വെച്ചാൽ നമ്മൾ വീട് വിട്ടു പോകുമ്പോൾ ഫോൺ അതിൽ നിന്ന് കൊണ്ട് മുട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ എനേബിൾ ചെയ്തേക്കുന്ന സീനിലുള്ള ഡിവൈസുകളെല്ലാം തന്നെ ഓഫാക്കാനൊക്കെ സാധിക്കും. അപ്പം വൈദ്യുതി പാഴാകുന്ന ചില സന്ദർഭങ്ങളൊക്കെ വരാറുണ്ടല്ലേ, നമ്മൾ ചിലപ്പോൾ ഫാൻ ഓഫാക്കാൻ മറന്നു പോകുന്ന സിറ്റുവേഷനിലൊക്കെ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ആദ്യം പറഞ്ഞ ഡ്യുവോ കൂൾ ടെക്നോളജി എന്താണെന്ന് ഒന്ന് വിശദമായി നോക്കാം. കംഫർട്ടും എനർജി സേവിങ്സും എങ്ങനെ ഒന്നിച്ച് ലഭിക്കുമെന്നാണ് ആലോചിക്കുന്നതെങ്കിൽ ആദ്യം ഫാനും AC-യും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കണം. ഫാൻ എങ്ങനെ നമ്മളെ തണുപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ ബോഡി ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് സെറ്റ് ഗ്ലാൻസിന് വേണ്ട സിഗ്നൽ നൽകുന്നു. അങ്ങനെ സെറ്റ് ഗ്ലാൻസ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഫാൻ ഉപയോഗിക്കുമ്പോൾ എയർ സർക്കുലേഷൻ കൂടുകയും ഹൈ എനർജിയിൽ നിൽക്കുന്ന വാട്ടർ മോളിക്യൂൾസ് നീരാവിയായി പോവുകയും ചെയ്യും. ശേഷം തണുപ്പുള്ള വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുകയും ഈ അവശേഷിക്കുന്ന വിയർപ്പ് ശരീരത്തിൽ നിന്ന് കൂടുതൽ ചൂട് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാച്ചുറൽ കൂളിംഗ് പ്രോസസ്സ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനെയാണ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് എയർ കണ്ടീഷണറുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായുവിൻ്റെ താപനില കുറയ്ക്കുകയും വായുവും നമ്മുടെ സ്കിന്നും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് വർദ്ധിപ്പിക്കുകയും ഈ വ്യത്യാസം കൊണ്ട് തന്നെ ചർമ്മത്തിൽ നിന്നുള്ള ചൂട് ചുറ്റുമുള്ള വായുവിലേക്ക് വേഗം കൈമാറുകയും നമുക്ക് തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയാണ് കണ്ടക്റ്റീവ് കൂളിംഗ് എന്ന് പറയുന്നത്. AC-യുടെ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെറ്റ് ചെയ്ത് സൂപ്പർ ഫാൻ ലോ അല്ലെങ്കിൽ മീഡിയം സ്പീഡിൽ പ്രവർത്തിപ്പിച്ച കാറ്റിൻ്റെ എഫക്റ്റ് മൂലം 24 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ തണുപ്പ് അനുഭവപ്പെടും. അതായത് ഒരു ഹൈബ്രിഡ് മെക്കാനിസം പോലെ. ഇതുകൊണ്ട് കറണ്ട് ചാർജ് കുറയുക മാത്രമല്ല കേട്ടോ, നമ്മൾ AC കൂടുതൽ തണുപ്പ് വെച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയും. ചില ഫാനുകൾക്ക് മോട്ടോർ പ്രവർത്തിപ്പിക്കുമ്പോൾ ചൂടാകുന്ന പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള ഫാനുകൾ ഉപയോഗിക്കുമ്പോൾ AC-ക്ക് വീണ്ടും ലോഡ് കൂടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ പറഞ്ഞ സെറ്റപ്പിൽ. പക്ഷേ സൂപ്പർ ഫാനിൻ്റെ കേസിൽ റൂം ടെമ്പറേച്ചറിൽ കൂടുതൽ ചൂടുണ്ടാകുകയുമില്ല. അതുകൊണ്ട് തന്നെ AC-ക്ക് ഓവർലോഡ് ആകുമെന്നുള്ള പേടിയും വേണ്ട. ഈ ഹൈബ്രിഡ് സെറ്റപ്പ് നല്ല പക്കായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. AC ടെമ്പറേച്ചർ സെറ്റിംഗ് 1 ഡിഗ്രി വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് എനർജി യൂസേജ് കുറഞ്ഞത് 5% കുറയുന്നു. അതുകൊണ്ട് തന്നെ 24 ഡിഗ്രി സെറ്റ് ചെയ്യാതെ നമുക്ക് ആ ഒരു ലെവൽ ഓഫ് തണുപ്പ് അനുഭവിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ വൈദ്യുതി ഉപഭോഗം ഏകദേശം 15% കുറയുകയും ചെയ്യുന്നു. സൂപ്പർ ഫാൻ കുറഞ്ഞ സ്പീഡിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ 15 വാട്ട്സ് ഒക്കെ ആയിരിക്കും ഫാനിൻ്റെ മാക്സിമം കൺസപ്ഷൻ വരുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തമായ 3 മോഡലുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ സൂപ്പർ ഫാനിൻ്റെ സ്റ്റോറി കേൾക്കാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ 2012 സൂപ്പർ ഫാനിൻ്റെ ആരംഭം. 35 വർഷം പഴക്കമുള്ള വെർസ ഡ്രൈവ്സ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കീഴിൽ വരുന്ന ബ്രാൻഡാണ് സൂപ്പർ ഫാൻ. മോട്ടറിലും മോട്ടോർ കൺട്രോൾ യൂണിറ്റുകളിലും സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ BLDC ഫാൻ പുറത്തിറക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞു. മാത്രമല്ല, നിരവധി ഗവൺമെൻറ് ഏജൻസികളും NGOകളും പോളിസി മേക്കേഴ്സുമായി ഒത്തുചേർന്ന് സീലിംഗ് ഫാനുകളിലെ എനർജി എഫിഷ്യൻസി റേറ്റിംഗ് സ്റ്റാൻഡേർഡ് തന്നെ ഇവർ മാറ്റിമറിച്ചു. 2023 ജനുവരി 1 മുതൽ മാർക്കറ്റിൽ ഇറക്കുന്ന എല്ലാ ഫാനുകൾക്കും സ്റ്റാർ റേറ്റിംഗ് ലേബൽ വേണമെന്നും പഴയ 75 വാട്ട്സ് ഫാൻ ഇനി വിൽക്കാൻ കഴിയില്ല എന്നുള്ള മാനദണ്ഡം പുറത്തു വരികയും ഈ മേഖലയിൽ ഉണ്ടായിരുന്ന പല പഴയ ബ്രാൻഡുകൾക്കും അവരുടെ പ്രോഡക്റ്റ് കാറ്റലോഗിൽ BLDC ഫാൻ കൊണ്ടുവരേണ്ടി വന്നതിനും കാരണമായത് ഇവർ തന്നെയാണ്. സൂപ്പർ ഫാനിന് ഒട്ടനവധി പ്രസക്തമായ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. BLDC ഫാൻ ഡിസൈനിലും മാനുഫാക്ചറിങ്ങിലും ഫീച്ചേഴ്സിലും ഒക്കെ കൂടി 7ൽ പരം പേറ്റന്റുകളാണ് ഇവർക്കുള്ളത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ വൈറ്റ് ഹൗസ് എനർജി സ്റ്റാർ പ്രോഗ്രാമിൽ കൺസൾട്ട് ചെയ്യാനും സൂപ്പർ ഫാൻ ടീമിനെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ 2017 ലാസ് വേഗാസിൽ നടന്ന CES ഷോയിലും സൂപ്പർ ഫാൻ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ ക്യാമ്പയിനുമായി ചേർന്ന് നിൽക്കുന്ന ഐഡിയോളജീസ് തന്നെയാണ് ഇവരുടെ. പരിസ്ഥിതി സംരക്ഷണം എന്നതാണ് 30 വർഷത്തോളമായി കമ്പനിയുടെ കോർ വാല്യൂ. ഇതിനുവേണ്ടി തന്നെയാണ് ഇവർ BLDC ഫാൻ രംഗത്തേക്ക് വന്നത്. തുടക്കത്തിൽ പറഞ്ഞ ഗ്രീൻ പാക്കേജിങ്ങിന് പുറമെ സൂപ്പർ ഫാൻ ഫാക്ടറിയിൽ 90-ലധികം പക്ഷിവർഗ്ഗങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവരുടെ പ്രൊഡക്ഷനിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അനുവദനീയമല്ല. അതുകൊണ്ടാണ് നമ്മുടെ അൺബോക്സിംഗ് എക്സ്പീരിയൻസിൽ പ്ലാസ്റ്റിക്കുകളോ കൂടുകളോ ഒന്നും കാണാതിരുന്നത്. അതുകൂടാതെ കമ്പോണൻസ് ഒക്കെ പാക്ക് ചെയ്യുന്നതാണെങ്കിൽ ക്ലോത്ത് ബാഗിലും. ഫാനിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും റീസൈക്കിൾ ചെയ്യാൻ പാകത്തിന് എളുപ്പത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഫാൻ ഒന്ന് റീസൈക്കിൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഇതിലെ മെറ്റൽസും പ്ലാസ്റ്റിക്കും മാഗ്നറ്റ്സും ഒക്കെ വളരെ എളുപ്പം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ഫാൻ പ്രോഡക്റ്റുകളെ പറ്റി വ്യക്തമായ ധാരണ ലഭിച്ചല്ലോ. ഇവരുടെ ഏതെങ്കിലും ഫാൻ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായും ചെക്ക് ചെയ്യുക. അപ്പോൾ മലയാളം ടിക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനിയും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.